Hi everyone, it's me Sandra. Welcome to my channel. ഇന്ന് നമ്മളൊരു ബാക്ക് ഓപ്പൺ വൈറ്റ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 7-year-old ഗേളിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അതിനായിട്ട് നമുക്ക് ലൈനിങ്ങിനെ ആദ്യം ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതിപ്പം ഡബിൾ ലെയർ ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. അതേപോലെ തന്നെ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് ഫാബ്രിക്കും ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ വെക്കുമ്പം ഒന്നിന് മുകളിൽ മറ്റത് വെക്കുമ്പം ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ 1/2 ഇഞ്ചിൽ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് ഒന്നിൻ്റെ മുകളിൽ മറ്റത് വെച്ച് ലെവൽ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ മേളത്തെ ഫാബ്രിക്കിൽ വെച്ചിട്ടാണ് നമ്മൾ അളവെല്ലാം മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ 7-year-old ഗേളിനുള്ളതാണ്. അപ്പോൾ 6 ആണ് ഇപ്പോൾ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഷോൾഡറിൻ്റെ സെയിം തന്നെയാണ് ആം ഹോളും വരിക. അപ്പം ഷോൾഡറും 6, ആം ഹോളും 6 മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കതൊന്ന് സ്ക്വയർ ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഇപ്പോൾ ഇവിടെ 8 ആണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ഹെം ലൈനിൽ എത്രയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെം ലൈനിലേക്ക് 7 ആണ് വരുന്നത്. അതായത് നമ്മുടെ ഹിപ്പിൻ്റെ പാർട്ട്. ഇനി 1 ഇഞ്ച് നമുക്ക് സീം അലവൻസും മാർക്ക് ചെയ്യാം. ഇപ്പോൾ വേസ്റ്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നില്ല. കുഞ്ഞു കുട്ടികളുടേതാകുമ്പോൾ ഇതത്ര ഷേപ്പ് ചെയ്തിട്ടുള്ള ടോപ്പല്ല, അതുകൊണ്ട് തന്നെ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചെസ്റ്റിന്ന് താഴത്തെ ഹിപ്പ് ലൈനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഷോൾഡർ അവിടെ സ്ക്വയർ ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോള് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ ആം ഹോള് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ആം ഹോളായിരിക്കും വരിക. അപ്പോൾ ഫ്രണ്ട് ആം ഹോളിനായിട്ട് നമുക്ക് ഇതിപ്പോൾ 1.5 ആണ് ബാക്ക് ആം ഹോള്. സോ ഫ്രണ്ടിലേക്ക് നമുക്ക് 1 ഇഞ്ച് മതിയാവും. അപ്പോൾ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിലൂടെ ഒന്ന് കുറച്ച് അകത്തേക്ക് കയറ്റി ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ അളവിനുള്ള ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ 2.5 ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഷോൾഡറായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്ക് 3 ഇഞ്ചാണ് ഡെപ്ത് എടുക്കുന്നത്. ഇനി നമുക്കതിനെ റൗണ്ട് ചെയ്യാം. ഇപ്പം നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ബാക്ക് നെക്ക് കൂടി മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് 2.5 ആണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് അതുകൂടി ഒന്ന് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും റൗണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്കിൻ്റെ അളവിലുള്ളതാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡറിനായിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ആ ലൈനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഷോൾഡറിനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് സ്ലാൻഡിങ് ആയിട്ടുള്ളൊരു ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത്. നമുക്ക് ബാക്ക് മാർക്ക് ചെയ്ത ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് 16 ആണ് കേട്ടോ. അതായത് നമുക്ക് ടോട്ടൽ എത്ര ലെങ്ത്ത് വേണോ അതൊന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ലെങ്ത്ത് എടുക്കുന്നത്. കാര്യം നമ്മൾ താഴെ ഒരു അംബ്രല്ല കട്ടിലുള്ള ഒരു പീസ് വെക്കുന്നുണ്ട്. അതൊരു 4 ഇഞ്ച് നീളത്തിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്നൊരു 4 ഇഞ്ച് കുറവ് നമ്മൾ ഇതിൽ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്ക് എടുത്തിട്ട് ആ നെക്കും ആം ഹോളും ഒന്നുകൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടും മറ്റത് ഫ്രണ്ട് പാർട്ടുമാണ്. താഴെയുള്ള ഭാഗമാണ് ബാക്ക്. സോ നമ്മൾ ബാക്ക് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഫേസിങ് വെക്കാനായിട്ട് ഇതേപോലെ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ
ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് സെൻറ്റർ ഫ്രണ്ടിൽ നിന്ന് 3 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം മേളിലേക്കും 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ മാർക്കിൻ്റെ 2 സൈഡിലേക്ക് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ജോയിൻ ചെയ്യാം. അതിനുശേഷം നമുക്കതിനെ ഒന്ന് മടക്കിയിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇങ്ങേ സൈഡിൽ നമുക്ക് അതേപോലത്തെ ഡാർട്ട് തന്നെ ഇടണം. അതിനായിട്ട് എളുപ്പത്തിനാണ് നമ്മളൊരു നോച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ നോച്ചിൻ്റെ അവിടെ മേളിലോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. സൈഡിലേക്ക് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഡാർട്ട് ഇങ്ങനെയാണ് നമ്മൾ ഡാർട്ട് മാർക്ക് ചെയ്യുന്നത്. ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ട് പാർട്ട് എടുത്ത് ലൈനിങ്ങിനെ ഫേസ് ചെയ്യുന്നത് പോലെ മെയിൻ ഫാബ്രിക് വെച്ചതിന് ശേഷം ആം ഹോൾസും നെക്കും അതിൻ്റെ ഹെം ലൈനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പാർട്ട് നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. സോ അത് രണ്ടും എടുത്തിട്ട് ലൈനിങ്ങിനെ ഫേസ് ചെയ്യുന്നത് പോലെ മെയിൻ ഫാബ്രിക് ഇട്ടതിന് ശേഷം അതിൻ്റെയും നെക്കും ആം ഹോൾസും അതിൻ്റെ ഹെം ലൈനുമാണ് ഇതിലും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നമ്മൾ ആം ഹോളും നെക്കും ഹെം ലൈനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ബാക്കും നമ്മൾ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ മറിച്ചിടുന്നില്ല, അതേപോലെ തന്നെ വെക്കുവാണ്. ബാക്ക് പാർട്ടിനെ നമ്മൾ മറിച്ചിടുന്നുണ്ട്. ഇതേപോലെ അതിനെ മറിച്ചിടുമ്പോൾ നമ്മുടെ ആം ഹോൾസും നെക്കും ഇപ്പോൾ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്, ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നോക്കുക, ആം ഹോളും നെക്കും ഒരേപോലെ വരുന്നത് പോലെ നോക്കിയിട്ട് അതിന് ശേഷം ഫ്രണ്ട് പാർട്ടിനകത്തേക്ക് ഇതിൽ കാണുന്നത് പോലെ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഷോൾഡറിനകത്തേക്ക് ബാക്ക് പാർട്ട് മറിച്ചിട്ടത് ഇൻസേർട്ട് ചെയ്യുക. ഫ്രണ്ട് പാർട്ട് നമ്മൾ മറിച്ചിട്ടിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. എന്നിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ 2 സൈഡും ഇതേപോലെ തന്നെ ബാക്ക് പാർട്ട് മറിച്ചിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് സീം ലൈൻ ഒന്നും പുറത്ത് കാണാത്തതുപോലെ വൃത്തിക്ക് സ്റ്റിച്ചായി കിട്ടും. ഇപ്പോൾ ഇതിവിടെ ഷോൾഡർ അറ്റാച്ചായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ സീം ലൈൻ ഒന്നും വെളിയിൽ വിസിബിൾ ആയിരിക്കത്തുമില്ല. നമുക്കതിനെ ഫുള്ളായിട്ട് മറിച്ചിടാം. ഇപ്പോൾ ഫ്രണ്ട് ബാക്കും തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആം ഹോൾസും നെക്കും എല്ലാം നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈവൻ ഹെം ലൈൻസും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെയൊന്നും എക്സ്ട്രാ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ഡാർട്ട് ഇടാനായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വരച്ച ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡാർട്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ആ വരച്ച ലൈനിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഇതുപോലത്തെ ലൂപ്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ബാക്ക് ഓപ്പൺ ആണല്ലോ, അപ്പോൾ ഓപ്പൺ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ, ഇതിനൊരു ഡോറി എന്നും പറയും, ഇതുപോലെ ഒരു ഡോറി ഉണ്ടാക്കിയിട്ട് നമ്മളത് സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എത്ര വേണോ ആ അളവിൽ ബാക്കി കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിനെ ഇപ്പോൾ കാണിച്ചതുപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് എടുത്തേച്ച് ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടേച്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഓരോ 2 ഇഞ്ചിലുമാണ് ഇപ്പോൾ ഇതിൽ ഞാൻ ബട്ടൺ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലൂപ്സ് ഇതിലേക്ക് ഒന്ന് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനായിട്ട് കട്ട് ചെയ്ത ഫേസിങ് വെച്ചിട്ട് ഒന്നുകൂടി ഫിനിഷ് ചെയ്യാം. ഫേസിങ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ വേണം വെക്കാൻ. ഇതുപോലെ ബാക്കോട്ടൊന്ന് മറിച്ചിട്ടിട്ട് ഫ്രണ്ടും ബാക്കും താഴെ മേളിലും ഇതുപോലെ മറിച്ചിട്ടിട്ട് സൈഡിലൂടെ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ടൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ മറിച്ചിടാം. ഇപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്കതിനെ ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ തിരിച്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം
ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങേ സൈഡിൽ ബട്ടണാണ് പിടിപ്പിക്കേണ്ടത്. സോ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസിങ് വെച്ചിട്ട് അതിനെ ഒന്ന് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് ഇപ്പോഴത്തെ ഫേസിങ് വെച്ചതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ബാക്കോട്ട് 2 സൈഡിൽ താഴെ മേളിലും ബാക്കോട്ട് ഇട്ടേച്ച് ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. ഇപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡ് സീംസ് ജോയിൻ ചെയ്യുകയാണ് വേണം. ഇപ്പോൾ നമ്മൾ സൈഡ് സീംസും ജോയിൻ ചെയ്തു. അതിനുശേഷം നമുക്കതിൻ്റെ ബാക്ക് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബട്ടൺ വെച്ചിട്ടില്ലല്ലോ. സോ തൽക്കാലത്തേക്ക് നമുക്കൊരു പിൻ വെച്ചിട്ട് അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ ഞാനതിനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് പിൻ ചെയ്യാം. ആ താഴത്തെ അളവ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് വൃത്തിക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിനുശേഷം വീണ്ടും വേറൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഇല്ലാത്ത വേറെ എന്തെങ്കിലും മെറ്റീരിയലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം. ഇത് ഞാനിപ്പോൾ സെയിം മെറ്റീരിയൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇതിൽ കാണുന്നത് പോലെ ഇതിപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇതുപോലെ 4ആയിട്ട് മടക്കുക. അതിനുശേഷം അതിനെ ഒന്ന് കോണോട് കോണും കൂടി മടക്കുക. നമ്മൾ അംബ്രല്ല സർക്കുലർ സ്റ്റൈലിൽ കട്ട് ചെയ്യുന്നത് പോലെ ഇതുപോലെ കോണോട് കോൺ മടക്കുക. എന്നിട്ട് ഇപ്പം നമ്മുടെ ടോപ്പിനെയും ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ടോപ്പിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്താണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ തുണിയും 4ആയിട്ടാണല്ലോ മടക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പം നമ്മൾ 4 ഇഞ്ചായിരുന്നു നോർമൽ ടോപ്പിനെക്കാട്ടിലും 4 ഇഞ്ചാണ് കുറച്ചിട്ടായിരുന്നു ഈ ടോപ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊരു 5 ഇഞ്ച് എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്. സീം അലവൻസും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 5 ഇഞ്ച് ഇതിൽ കട്ട് ചെയ്യുന്നുണ്ട്. 5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിനെ ഒന്ന് സെൻറ്റർ പാർട്ടിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. നമ്മളതിനെ കട്ട് ചെയ്തൊരു വലിയൊരു പീസാക്കുവാണ്. എന്നിട്ട് നമുക്കതിൻ്റെ ഹെം ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ 2ആയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഓവർലോക്ക് ചെയ്ത് വിടാം. എന്നിട്ട് നമുക്ക് ബാക്കിൽ ഓപ്പണിംഗ് വരുന്ന ഭാഗത്താണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെയും സൈഡ് ഭാഗവും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. സൈഡ് ഭാഗവും ഹെമ്മും കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ആ ഹെം ലൈനിൽ വെച്ചിട്ട് ഫുൾ അതിൻ്റെ താഴ്ഭാഗം ഫുൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട്. നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നെക്കും ആം ഹോളും ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ലൈനിങ് വെച്ചിട്ട് തന്നെ മറിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടാണ്. ഇവിടെ ഞാൻ നല്ല ബ്ലൂ ബട്ടൺസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടൺസ് അല്ലെങ്കിൽ പോട്ട്ലീസ് എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.